ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തൊന്നു മാത്രമല്ല, പറഞ്ഞു നിൽക്കാനും നിനക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞതിൽ എന്താണ് സാർ തെറ്റ്? ലൊക്കേഷനിൽ നിന്ന് ഓടിപ്പോയ ക്രിമിനൽസിനെ ഇവിടെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നത് ആരാന്നറിയോ? വരുൺ, നിന്റെ ഭർത്താവ്. പരമേശ്വര, പോലീസുകാര് അവരുടെ ഡ്യൂട്ടി ചെയ്തോട്ടെ അല്ലേ? സർ, നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാം. അയ്യോ Take care. ശരി സർ. വരില്ല, ഞാൻ കൊണ്ടുപോലെ. ചേച്ചി എന്നെ കൊണ്ടുപോലെന്ന് പറയിച്ച് മുത്തശ്ശിനെ കൊണ്ടുപോലെന്ന് പറഞ്ഞു വീട്. മുത്തശ്ശി, ഐ എം സോറി പരമേശ്വരൻ സാർ. സത്യത്തിന്റെ മുഖം വികൃതമായിരിക്കും എന്നത് വെറുതെ ഒരു വാചകം മാത്രമല്ല. ഇപ്പോഴത്തെ കാലം അതാണല്ലോ. കൂടെ പിറപ്പിനെ കൊല്ലുക എന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. അയ്യോ, എന്നെ കൊണ്ടുപോലെ വീട്. കേറടി ഇങ്ങോട്ട്. മാഡം, പ്രിയ ചേച്ചി എന്നെ കൊണ്ടുപോലെന്ന് പറ. പ്രിയ, ഞാനൊന്നും ചെയ്തിട്ടില്ല. സർ, അവളെ കൊണ്ടുപോരുത് സർ. അവളങ്ങനെ ചെയ്യില്ല സർ. വണ്ടിയെടുക്ക പ്ലീസ് സർ. സർ, സർ. പ്രിയ, അയ്യോ, അച്ഛാ, അവളൊരു പാവ. അവൾ എന്നോട് ചെറിയ ചെറിയ കുറുമ്പൊക്കെ കാണിക്കാറുള്ളൂ. പക്ഷെ ഇത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതിന്റെ ഉത്തരവാദികളെ പിടികൂടണമെന്ന് ഇന്നലെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിരുന്നു. പോലീസുകാരുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. പ്രിയങ്ക കുറ്റവാളി അല്ലെങ്കിൽ അത് തെളിയിച്ച് അവൾ തിരിച്ചു വരട്ടെ. രാധിക മോള് പറഞ്ഞ ഒരു കാര്യം ശരിയാ. പ്രിയങ്കയ്ക്ക് ഒറ്റയ്ക്ക് ഇങ്ങനൊരു കാര്യം പ്ലാൻ ചെയ്യാൻ പറ്റില്ല. പോലീസ് ചോദ്യം ചെയ്യുമ്പോ അവളുടെ പിറകിൽ ആരാണ് ഉണ്ടായിരുന്നതെന്ന് അന്വേഷിക്കും. അപ്പൊ കാണാം ഓരോരുത്തരുടെയും തനി നിറം. കണിമംഗലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാ ഒരു പെണ്ണിനെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നത്. ഈ വാർത്ത ഇപ്പൊ തന്നെ നാട് മുഴുവൻ പരന്നിട്ടുണ്ടാവില്ലേ? നമ്മുടെയൊക്കെ മാനവും കൂടി അവളെ കൊണ്ടുപോയത്. ശരി, നോക്കാം. ഓക്കെ. ഇവളെ ലോക്കപ്പി. സർ, ഒരു മിനിറ്റ്. എന്താ? കണിമംഗലത്ത് സാറ് വന്നപ്പോ അവിടെ എന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് സംസാരിക്കാൻ എനിക്ക് പരിധികളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അടങ്ങി ഒതുങ്ങി നിന്നത്. സാറിന്റെ ഉദ്ദേശം എന്താ? എന്റെ ഉദ്ദേശം വളരെ സിമ്പിളാ. ഈ കേസ് തെളിയിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. നിന്റെ ഉദ്ദേശം എന്താണെന്നറിയാൻ എല്ലാവർക്കും താല്പര്യം. ഇത്രയും വലിയൊരു തറവാട്ടിൽ നിന്നും ഒരു പെണ്ണ് ഗുണ്ടകളുമായി കണക്റ്റഡ് ആണെങ്കിൽ നീ കുടുംബത്തിന് മാത്രമല്ല ഈ നാടിന് പോലും നാണക്കേടാണല്ലോ. എനിക്കെതിരെ എന്ത് തെളിവാ സാറിന്റെ ഉള്ളത്? ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ഓടിപ്പോയ 2 പേര് എന്റെ പേര് പറഞ്ഞതോ? അവർക്ക് ആരുടെ പേര് വേണമെങ്കിലും പറയാലോ. വേണമെങ്കിൽ ആ ഹീറോയുടെ പേര് പറയാം, അല്ലെങ്കിൽ ആ ഡയറക്ടറുടെ പേര് പറയാം. പക്ഷേ സാറിന്റെ ആവശ്യം എന്റെ പേര് പറയാന്നുള്ളതാ. മനസ്സിലായില്ല? അവരെ കൊണ്ട് നിന്റെ പേര് പറയിപ്പിച്ചിട്ട് എനിക്ക് എന്ത് പ്രയോജനം? ലാഭം. കണിമംഗലം പോലൊരു തറവാട്ടിൽ നിന്നും ഒരു പെൺകുട്ടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഇനി സാറിന് വിലപേശാലോ. കണിമംഗലം പരമേശ്വരനെ വിളിക്കാം. വെറുതെ വിടണമെങ്കിൽ അതിന്റെ വിലയും പറയാം.
അതിൽ കൂടുതൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ സാറിന്? നീ മിടുക്കിയാണല്ലോ. ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തൊന്നു മാത്രമല്ല, പറഞ്ഞു നിൽക്കാനും നിനക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞതിൽ എന്താണ് സാർ തെറ്റ്? ലൊക്കേഷനിൽ നിന്ന് ഓടിപ്പോയ ക്രിമിനൽസിനെ ഇവിടെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നത് ആരാന്നറിയോ? വരുൺ, നിന്റെ ഭർത്താവ്. സത്യം തെളിയിക്കണമെന്നുള്ള അയാളുടെ ആ തീരുമാനം കൊണ്ടാ അയാൾ അത് ചെയ്തത്. അക്കാര്യത്തിൽ ഞാൻ അയാളെ സമ്മതിച്ചു. കുറ്റവാളി ആരായാലും അവർക്ക് വേണ്ടി ഇടപെടുന്ന പ്രശ്നമില്ലെന്ന് അയാൾ എന്നോട് പറഞ്ഞു. വരുണിന്റെ ആ വാക്കും വിശ്വസിച്ച് ആരെങ്കിലും സന്തോഷിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ സാറ്? സാറേ, എന്നെ സാർ ഉപദ്രവിച്ചാലും ഈ കേസിൽ എന്നെ കുടിക്കാലും പിന്നെ അധികം നാള് സാർ ഈ നാട്ടിൽ തൊപ്പിയും വെച്ചോണ്ട് നടക്കില്ല. എടി മോളെ, നീ ഞങ്ങൾ പോലീസുകാരുടെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിന്നെപ്പോലെ ഒരുത്തി പോലും ഈ സ്റ്റേഷനിൽ എന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുക, എന്റെ തൊപ്പി തെറിപ്പിക്കുമെന്ന്. എന്റെ മുന്നിൽ നിന്ന് ഇതൊരാണാണ് പറഞ്ഞിരുന്നെങ്കിൽ അവൻ ആരായാലും അവന്റെ വാരിയിൽ ഞാൻ ചവിട്ടി ഓടിച്ചാനെ. പക്ഷെ പെണ്ണെന്ന സ്വാതന്ത്ര്യമാണല്ലോ നീ ഇപ്പൊ എടുക്കുന്നത്. കാര്യം ശരിയാ, സ്ത്രീകൾക്ക് അനുകൂലമായ ചില നിയമങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് കൈകാര്യം ചെയ്യുന്ന ഞങ്ങളോട് ഇത്തരം ഭീഷണി പറയുമ്പോ സൂക്ഷിച്ചു വേണം. നല്ല ഉശിരൻ വനിതാ പോലീസുകാരി ഉണ്ട് സ്റ്റേഷനില്. കൈകാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പൊ നീ വെല്ലുവിളിച്ച നാവുണ്ടല്ലോ, അതുകൂടി ഞങ്ങളിങ്ങ് പിഴുതെടുക്കും. സ്വന്തം ചേച്ചിയെ കൊല്ലാൻ പണം കൊടുത്ത് ഏൽപ്പിച്ചിട്ട് അവള് സാംസ്കാരിക പ്രഭാഷണത്തിൽ നിൽക്കുന്നു. ഇനിയൊരു വാക്ക് നിന്റെ വായിന്ന് വീണുപോയാലോ എടുത്തിട്ട് ചവിട്ടി കൂട്ടും ഞാൻ. മനസ്സിലാവടി? കൊണ്ടുപോയി സെല്ലിട്ട്. പ്രിയങ്ക ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. എന്നെ കൊല്ലണമെന്ന് അവൾ ഒരിക്കലും ചിന്തിക്കില്ല. എത്രയായാലും ഞങ്ങൾ ഒരുമിച്ച് വളർന്നതല്ലേ. ചെറിയ ചെറിയ കുറുമ്പുകളൊക്കെ കാണിക്കുമെങ്കിലും ഇത്രയും വലിയ ക്രൂരത അവൾ ചിന്തിക്ക പോലുമില്ല. ഇതിന്റെ പുറകിൽ എന്താ നടന്നതെന്ന് വെളിച്ചത്ത് കൊണ്ടുവരണം. എത്രയും പെട്ടെന്ന് എന്റെ അനിയത്തെ അവര് വിടണേ. അച്ഛനും അമ്മയും വിഷമിക്കാൻ ഇടവരരുത്. മോളെ, എല്ലാവർക്കും അവളോട് ദേഷ്യമായല്ലേ മുത്തശ്ശി? അവള് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല മുത്തശ്ശി. പ്രിയങ്കയ്ക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മോളുടെ വിശ്വാസം.